ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഏറെ ദിവസമായി വീഡിയോ ഇട്ടിട്ട്. സോ ഈ പ്രാവശ്യത്തെ വീഡിയോ റെസ്റ്റ് ഓഫ് 2024 ബാക്കിയുള്ള മാസം, ദാറ്റ് ഈസ് 4 മാസമാണ് വരുന്നത്. ഓഗസ്റ്റ് ഇനിയും 2 ആഴ്ചയും കൂടി ഉള്ളൂ. ഈ വരുന്ന 4 മാസം ആൻഡ് 2 ആഴ്ച എങ്ങനെയാണ് പ്രേക്ഷകർക്ക്, എന്തൊക്കെയാണ് പ്രേക്ഷകരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് അറിയാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. ഫ്രീ ആകുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷൻ വായിക്കാറുണ്ട്, റിപ്ലൈ തരേണ്ടടുത്ത് തരാറുണ്ട്. സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ് വായിച്ച് നോക്കുക. പേഴ്സണൽ റീഡിംഗ് വേണ്ട പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID ആൻഡ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മെസ്സേജ് അയക്കാവുന്നതാണ്. ക്രിസ്റ്റൽസ്, ബ്രേസ്ലെറ്റ്സ് വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എവിടെ ഞാൻ ഡെയിലി മെസ്സേജസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ 1-2 ദിവസം എനിക്ക് മിസ് ആവാറുണ്ട്, ബട്ട് കഴിവതും ശ്രമിക്കാറുണ്ട് ഡെയിലി മെസ്സേജസ് ഇടാൻ. സോ ഡെയിലി മെസ്സേജസ് കാണാൻ ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ആ ഒരു ചാനലും കണ്ടു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ റീഡിങ്. സോ 3 പയൽസാണുള്ളത്, 3 ഗ്രൂപ്പാണുള്ളത്. ആദ്യത്തെ ഗ്രൂപ്പാണ് ടർക്കോയ്സ്. ഇത് ടർക്കോയ്സ് ക്രിസ്റ്റലാണ്. സെക്കൻഡ് ഏഞ്ചലൈറ്റ് ക്രിസ്റ്റൽ. ആൻഡ് തേർഡ് പൈറൈറ്റ് ക്രിസ്റ്റലാണ്. സോ ആയത് ക്രിസ്റ്റൽസ് നോക്കി പ്രേക്ഷകർക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. സോ സീ യു ഇൻ യുവർ ഗ്രൂപ്പ്. ഹലോ എവ്രി വൺ, എൻലൈറ്റൻ എൻചാൻറ്റഡ്. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ടർക്കോയ്സ് ക്രിസ്റ്റലാണ്. നമുക്ക് ടർക്കോയ്സ് ക്രിസ്റ്റൽ, ടർക്കോയ്സ് ക്രിസ്റ്റൽ എന്തിനാണ്? മെഡിറ്റേഷനിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ടർക്കോയ്സ് ക്രിസ്റ്റൽ. സോ ആയത് നിങ്ങൾ നല്ല മെഡിറ്റേറ്റീവ് ഫോമിലാണ്. ഓക്കെ, നിങ്ങൾ ഏറെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റാറില്ല, ഓർഎൽസ് മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നാലും നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ്റെ ഫലം കിട്ടാറില്ലായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു ക്രിസ്റ്റൽ വളരെ നല്ലതാണ് മെഡിറ്റേഷൻ, അതുപോലെ തന്നെ എനർജി വർക്ക് ചെയ്യുന്ന പ്രേക്ഷകർ, ഹീലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളർത്തി തരുന്ന ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, ദിസ് ഈസ് ദി ടർക്കോയ്സ് ക്രിസ്റ്റൽ. ബ്ലൂ കളറാണ്. ഓക്കെ, നോട്ട് ബ്ലൂ കളർ, ടർക്കോയ്സ് കളർ. ഓക്കെ, ഓൾറൈറ്റ്. സോ നോക്കാം എങ്ങനെയാണ് 2024 ബാക്കിയുള്ള 4 മാസം ആൻഡ് 2 ആഴ്ച പ്രേക്ഷകർക്ക്. റെസ്റ്റ് ഓഫ് 2024. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എൻ്റെ ഡെയിലി മെസ്സേജ് ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ കണ്ടു നോക്കാവുന്നതാണ്. ഇഫ് ആ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സെയിൽസ് ടീം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് വാട്ട് എൽസ്, സ്വിച്ച് വേർഡ് പ്ലേ ലിസ്റ്റ്. ഓക്കെ, ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വായിച്ച് നോക്കുക. ഓക്കെ, സോ റെസ്റ്റ് ഓഫ് 2024 പ്രേക്ഷകർക്ക് right. So vana cards: King of Pentacles, Magician, Queen of Pentacles, Queen of Swords, 5 of Pentacles, the Devil and the World ആണ്. ഓക്കെ, സോ ഈ വരുന്ന 4 മാസം 2 ആഴ്ച പ്രേക്ഷകരോട് പറയുന്നത്, വളരെയധികം നിങ്ങളുടെ ഫൈനാൻസ് ശ്രദ്ധിക്കൂ. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികം, പണ ഇടപാടുകൾ, കൊടുക്കുന്നത്, വാങ്ങുന്നത്, അതുപോലെ ചെലവുകൾ, ഇതൊക്കെ നന്നായി ശ്രദ്ധിക്കൂ എന്നതാണ് പറയുന്നത്.
ചില പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളുടെ ചെയ്യുന്ന ജോലിയിൽ ഡിസിപ്ലിൻ കൊണ്ടുവരൂ. ഓക്കെ, ചില പ്രേക്ഷകർ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടല്ല. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾ ചെയ്യുന്നു കാരണം നിങ്ങൾക്കത് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, പക്ഷേ അവിടെ ഒരു ആത്മാർത്ഥതയില്ല. ദാറ്റ് ഈസ് എൻ്റെ പോസ്റ്റ് ഇതാണ്, ഓക്കെ, എൻ്റെ ജോലി ഇതാണ്, ഇതെനിക്ക് ആത്മാർത്ഥതയോട് ചെയ്യണം എന്നതില്ല. സോ അവിടെ ശ്രദ്ധിക്കൂ എന്നതാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നിങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്. ആ പണം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു പണത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് ആത്മാർത്ഥത കാണിക്കൂ എന്നതാണ് പറയുന്നത്. ചില പ്രേക്ഷകർ ഏറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വന്നിട്ടില്ല. സോ അതിവിടെ പറയുന്നത് പേഷ്യൻസ് വെക്കുക ആദ്യം. യെസ്, ഏറെ ബ്ലോക്കേജസ് ഉണ്ട്, ബ്ലോക്കേജസ് മാറി വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഓക്കെ, നിങ്ങൾ എത്ര ജോലി ചെയ്യുന്നു അതിനൊപ്പം തന്നെ പ്രേയേഴ്സ് വളരെയധികം ഇഫക്റ്റീവാണ്. ഓക്കെ, ചില പ്രേക്ഷകർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു ഇച്ചിരിയും കൂടി ബൂസ്റ്റിംഗ് വേണം. ഓക്കെ, ആ ബൂസ്റ്റിങ്ങിന് ആയത് നിങ്ങൾ റിച്വൽസ് ചെയ്യുക. സോ ചില പ്രേക്ഷകർക്ക് ക്യാൻഡിൽ റിച്വൽ വളരെ നല്ലതാണ്, അത് ചെയ്യുക. ഓക്കെ, ഓരോ നിങ്ങളുടെ ലൈഫിൽ നല്ലത് വേണം, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ സമാധാനം വരണമെങ്കിൽ വൈറ്റ് കളറിലെ ക്യാൻഡിൽ കത്തിക്കുക. ഓക്കെ, ഈ വൈറ്റ് കളറിലെ ക്യാൻഡിൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു ആഗ്രഹത്തിനും മനസ്സിൽ ആഗ്രഹം വെച്ച് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ഇഫ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്ന ആൾക്കാരാണെങ്കിൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് അതിനുള്ള ഒരു മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത്രയും കൂടി എഫേർട്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് വരാനുണ്ട്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ജോലികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ യുനോ പ്രേയേഴ്സ് ഓക്കെ അതും ബാലൻസിൽ വരണം. ഓക്കെ, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയും ബാലൻസിൽ വരണം. പ്രാർത്ഥിക്കാൻ തീരെ സമയമില്ലാത്തവർ അറ്റ്ലീസ്റ്റ് കിടക്കാൻ നേരത്തെങ്കിലും പ്രാർത്ഥിച്ചു കിടക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് പ്രാർത്ഥനകളിൽ മുഴുങ്ങിയിരിക്കുന്ന പ്രേക്ഷകർ ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ, നിങ്ങൾ ചെയ്യേണ്ട എഫേർട്ട്, ഒരു ദിവസം നിങ്ങൾക്കൊരു 10 കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ 4 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് സഫിഷ്യൻ്റ് അല്ല എന്നതാണ് പറയുന്നത്. ചില പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സിമ്പിൾ, നൗ ദിസ് ഇസ് ഇൻഫിനിറ്റി സിമ്പിൾ, ഇതാണ് ഇൻഫിനിറ്റി സിമ്പിൾ 8 ചരിച്ചെഴുതുന്നത്. ഓക്കെ, ഇൻഫിനിറ്റി സിമ്പിൾ ഉണ്ടാക്കൂ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ഇങ്ങനെ ഇൻഫിനിറ്റി സിമ്പിൾ ഇങ്ങനെ വരയ്ക്കുക. അത് ഇങ്ങനെ വരയ്ക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു പെൻ പേപ്പറിൽ എടുത്തിട്ട് വരച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് അഫർമേഷൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇൻഫിനിറ്റി സിമ്പിളുമായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യൂ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വരുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ, സമൃദ്ധി നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രേക്ഷകർക്ക് അത്യാവശ്യമാണ് സത്യത്തിൽ നിൽക്കുക എന്നുള്ളത്. ഏറെ പ്രേക്ഷകർ വളരെ കട്ട് ത്രൂ ആണ്. കട്ട് ത്രൂ ഇൻ ദ സെൻസ് നിങ്ങൾ വളരെ നേർവഴിയിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന പ്രേക്ഷകരാണ്. പക്ഷേ ഈ വ്യക്തതയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, വാക്കുകൾ ഹാർഷ് ആവാൻ പാടില്ല, രൂക്ഷമാകാൻ പാടില്ല. ചില പ്രേക്ഷകരോട് മണിയിൽ നിങ്ങൾ സൗണ്ട് എനർജിയുമായിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫലപ്രദം ആകുന്നത്. അതുപോലെ തന്നെ ഫെയറി മാജിക് എന്താണ്? നമ്മുടെ ചെടികൾ, പൂക്കൾ, ഓക്കെ, ദാറ്റ് ഈസ് പാർക്ക് ആകാം, നിങ്ങളുടെ ഗാർഡൻ ആകാം, പൂന്തോട്ടമാകാം. അവിടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഫെയറീസ്. ഓക്കെ, ഫെയറീസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ആർക്കേഞ്ചൽസ് ഉള്ളത്, എങ്ങനെയാണ് ദൈവങ്ങളുള്ളത്, അതുപോലെ തന്നെ ഫെയറീസ് ഉണ്ട്. ഓക്കെ, സോ ഫെയറീസിനോട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക. എനിക്ക് വലിയൊരാഗ്രഹമാണ്, ഇതെനിക്ക് ലഭിച്ചാൽ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയാകണം. ഓക്കെ, നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ വരിക. ബിക്കോസ് ഫെയറീസ് എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. ഇവിടെ മൊത്തം ആകാശമാണ് കാണിച്ചിരിക്കുന്നത്. സോ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൽ കാട്ടിലും ആയത് ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മരച്ചോട്ടിലോ അല്ലെങ്കിൽ വാട്ട് വി സേ ഓപ്പൺ സ്പേസിൽ ഒരിടത്ത് ഇരുന്ന്
മന്ത്രങ്ങളോ ആഫർമേഷനോ സ്വിച്ച് വേർഡ്സോ ചൊല്ലുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഫലപ്രദം ആകുന്നതാണ്. ഓക്കെ, നൗ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. സോ യുനോ പ്രേക്ഷകരോട് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് നിങ്ങളേറെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ലാക്ക് മൈൻഡഡ് ഉണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകർ ഏറെ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യുന്നുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, 10 ജോലികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 4-5 ജോലിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജോലികൾ നിങ്ങൾ മാറ്റിവെക്കുകയാണ്. അതെന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ലൈഫിൽ ലാക്ക് മെൻറ്റാലിറ്റിയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനൊപ്പം തന്നെ ചില പ്രേക്ഷകർക്ക് അഡിക്ഷൻസ് പറയുന്നുണ്ട്. നൗ അഡിക്ഷൻസ്, ഇഫ് നിങ്ങൾ ലവ് റിലേഷൻഷിപ്പിലാണ് ഓർ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ ലവ് റിലേഷൻഷിപ്പ് റിയലി നിങ്ങൾക്ക് സ്നേഹമുള്ളതുകൊണ്ടാണോ അതോ നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടാണോ? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് നിങ്ങൾ കൊണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഓൾറെഡി ഉള്ള മാരേജ് റിലേഷൻഷിപ്പിൽ നിങ്ങളും ആ റിലേഷൻഷിപ്പിൽ സംസാരിച്ച ആ റിലേഷൻഷിപ്പ് ഒത്തുചേർന്ന് പോകാൻ നിങ്ങൾക്ക് പറ്റാത്തതാണോ അതോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, ദാറ്റ് ഈസ് ആ സംസാരം ഒഴിക്കാൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒന്ന് ഈഗോ താഴ്ത്തി വെക്കാൻ നിങ്ങൾക്ക് സമ്മതമില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ളത് എന്നത് ശ്രദ്ധിക്കേണ്ടത് ആണ്. ബിക്കോസ് ലിറ്ററലി എൻ്റെ ശ്രദ്ധ മുഴുവനും ഇവിടെയാണ് പോകുന്നത്. പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ? ലെറ്റ്സ് സീ. ഡെവിൽ എന്താണ് ചെയ്യുന്നത്? ഇവിടെ തീ കൊളുത്തുകയാണ്. ഓക്കെ, ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ നിങ്ങളുടെ ലൈഫ് ഒന്നും ഇല്ലാതെയായി പോകും. ഓക്കെ, ഇഫ് ശരിയായ റീസൺസിലോടല്ല നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്പൗസ് വളരെയധികം അബ്യൂസീവാണ്. ഓക്കെ, മെൻ്റലി നിങ്ങളെ ഏറെ ഹേർട്ട് ചെയ്യുന്നു, ഫിസിക്കലി ഹേർട്ട് ചെയ്യുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, ദെൻ ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങളുടെ സ്പൗസ് അബ്യൂസീവ് അല്ല, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ അബ്യൂസീവ് അല്ല, പക്ഷേ നിങ്ങൾക്ക് സംതൃപ്തിയില്ല. ബട്ട് ആ സംതൃപ്തി ഇല്ലായ്മ നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനോട് സംസാരിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൈറ്റ് ബി നിങ്ങൾ താന്നു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ ഹേർട്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതാണെന്നുള്ള ഒരു ഭാവം നിങ്ങളുടെ മനസ്സിൽ വരും എന്നതു ആണ് പ്രശ്നമെങ്കിൽ അവിടെ നിങ്ങൾ തെറ്റാണ് പോകുന്നത് എന്നുള്ള അൾട്ടിമേറ്റമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നൗ ഇഫ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ലാക്ക് മൈൻഡ് ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ അഡിക്ഷൻസ് ഉള്ള പ്രേക്ഷകർക്ക് എന്ത് അഡിക്ഷനാണ്, എന്തുകൊണ്ടാണ്, ആൻഡ് അത് ശരിയാണോ അല്ലയോ, അവിടെ ഒരു കംപ്ലീഷൻ ഉണ്ട്. ഇഫ് നിങ്ങൾ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻഡ് ചെയ്യാനാണ് പോകുന്നത്. ഇഫ് നിങ്ങൾ അബ്യൂസീവ് റിലേഷൻഷിപ്പിലല്ല ബട്ട് ഈഗോ ഇഷ്യൂസ് ആയിരുന്നെങ്കിൽ ഈഗോ ഇഷ്യൂസ് മാറ്റി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നതാണ്. ബിക്കോസ് റെലംസ്, ഓക്കെ, ദാറ്റ് ഈസ് ആനിമൽ റെലം, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് റെലം, നിങ്ങളുടെ ഏഞ്ചലിക് റെലം, ഈ റെലംസ് ആസ് വെൽ ആസ് എനിക്ക് പ്ലാനറ്റ്സ് കേൾക്കുന്നുണ്ട്. പ്ലാനറ്റ്സ് നിങ്ങളുടെ ഫേവറിൽ പ്രവർത്തിക്കുന്നതാണ് വൺസ് നിങ്ങൾ ശരിയായ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഈ ലാസ്റ്റിൽ പറഞ്ഞ പാർട്ട് എല്ലാവർക്കുമല്ല, എന്നാൽ ചില പ്രേക്ഷകർക്ക് ഡെഫിനറ്റ്ലി ഇൻഫോർമേഷൻ വരേണ്ടതാണ്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ എങ്ങനെയായിരിക്കും ബാക്കി വരുന്ന 4 മാസങ്ങൾ, എന്താണ് അറിയേണ്ടത് പ്രേക്ഷകർക്ക്. ബാക്കി വരുന്ന 4 മാസം please give me cards,
Please forgive me, guys. Okay. Material and spiritual prosperity. Okay. വർക്ക് റിലേറ്റഡ് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ് വരുന്നത്. സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യുന്നതാണ്. ഓക്കെ. ആൻഡ് ചില പ്രേക്ഷകർക്ക് കറക്റ്റ് ആ ഒരു പോയിന്റ് ലഭിക്കുന്നതാണ്. ദാറ്റ് ഏത് സ്പിരിച്വൽ പ്രാക്ടീസാണ് നിങ്ങൾക്ക് ഗുണകരം ആയിട്ട് വരുന്നത്. ബിക്കോസ് ഒത്തിരി സ്പിരിച്വൽ പ്രാക്ടീസസ് ഉണ്ട്. എന്നാൽ എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസസ് എല്ലാവർക്കും ഫലങ്ങൾ നൽകില്ല. ഓക്കെ. ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വൽ പ്രാക്ടീസ് ആയിരിക്കും. ചിലർക്ക് ക്യാൻഡിൽ റിച്വൽ ആണെങ്കിൽ ചിലർക്ക് പ്രെയർ ആണ്, ചിലർക്ക് മെഡിറ്റേഷൻ ആയിരിക്കും, ചിലർക്ക് സ്വിച്ച് വേർഡ് ചാൻറ്റിങ് ആയിരിക്കും. പലർക്കും പലതാണ്. സോ നിങ്ങൾക്ക് ഏതാണ് ശരിയാവുന്നത് അത് മനസ്സിലാകാൻ പോകുന്നുണ്ട്. ഓക്കേ. Emotions are running high. So full moon, in fact 19th full moon ആണ്. ഓക്കെ. സോ ഫുൾ മൂൺ റിച്വൽസ് ചെയ്യുന്നത് ചില പ്രേക്ഷകർക്ക് വളരെ വളരെ നല്ലതാണ്. സോ അത് ചെയ്യുക. സോ ലെറ്റ്സ് സീ വാട്ട്സ് നെക്സ്റ്റ്. 4 മാസം. ലെമൂറിയ, ക്രിയേറ്റിംഗ് ഹെവൻ ഓൺ എർത്ത്, ഇറ്റ്സ് ഹാപ്പനിങ്. യെസ്. സോ ഏറെ പ്രേക്ഷകർ ഹാർഡ് വർക്ക് ചെയ്ത പ്രേക്ഷകരുണ്ട്. ഹാർഡ് വർക്ക് ചെയ്ത പ്രേക്ഷകർക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നതാണെങ്കിൽ ഈ വരുന്ന 4 മാസം നിങ്ങളുടെ ഐ ഓപ്പണർ ആണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോകുകയാണ്. നിങ്ങൾ ചെയ്ത എല്ലാ ഹാർഡ് വർക്കിനും നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഈ 4 മാസത്തിൽ ലഭിക്കുന്നതാണ്. ഓൾറൈറ്റ്. സോ യാ. What else? Scorpio, this energy is intense, masterful, thoughtful, and magnetically charming, ബട്ട് ഓൾസോ സീക്രറ്റീവ് ആൻഡ് പോസസീവ്. സോ ഇവിടെ പറയുന്നത് പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു. ഓക്കെ. നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങുന്നു, ഓർ നിങ്ങളൊരു പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്ത് നിങ്ങൾ ചെയ്തോ നല്ല രീതിയിൽ തന്നെ വലുതാകുകയും ചെയ്യും. പക്ഷേ സീക്രറ്റീവ് ആയിരിക്കണം. ഓക്കെ. പല ആൾക്കാരോട് പറഞ്ഞ് നടക്കരുത്. നിങ്ങൾ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, പക്ഷെ ചെയ്യുമ്പോൾ പറയാതിരിക്കുക. അതുപോലെ തന്നെ പോസസീവ്നെസ് പാടില്ല. സപ്പോസ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എമൗണ്ട് ഇട്ടു. ഓക്കെ. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ റിട്ടേൺസ് എപ്പോൾ കിട്ടും അല്ലെങ്കിൽ എത്ര കിട്ടും എന്നുള്ള വാട്ട് വി സേ ഒബ്സെഷൻ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഇട്ടു, ദെൻ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ തന്നെയാണ് എല്ലാ ജോലികളിലും. നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, ബട്ട് ദെൻ ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Now let's see angelic advice for you guys. Angelic advice. In the near future. So in the near future, പ്രേക്ഷകർക്ക് in the near future means it will go around 3 to 4 months. So 3 to 4 months എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണ് വേണ്ടത് അത് ലഭിക്കുന്നതാണ്. ആൻഡ് പെർട്ടിക്കുലർലി റിലേഷൻഷിപ്പ് നോക്കുന്ന പ്രേക്ഷകർക്ക് ഏറെ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നതാണ്. സോ ദിസ് ഇസ് ഇറ്റ് ഗൈസ്. ഇതാണ് റെസ്റ്റ് ഓഫ് 2024. 4 മാസം ആൻഡ് 2 ആഴ്ച പ്രേക്ഷകർക്ക്. സോ യൂട്ടിലൈസ് ചെയ്യുക. നല്ല എനർജീസാണ്. ഓക്കെ. അഡിക്ഷൻസ് മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ. ആൻഡ് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുക. സോ ദാറ്റ് 2025 നല്ലൊരു വർഷം തന്നെ പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് ഏഞ്ചലിക് ക്രിസ്റ്റൽ ആണ്. ഓക്കെ. നാ
ഏഞ്ചലൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഏഞ്ചൽസുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്രിസ്റ്റലാണ്. ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഏറെയുള്ള ഒരു ക്രിസ്റ്റലാണ്. ഓക്കെ, തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആൻഡ് ഇമ്മ്യൂണിറ്റി സ്ട്രെങ്തൻ ആക്കാൻ ഒക്കെ നമുക്ക് ഏഞ്ചലൈറ്റ് ക്രിസ്റ്റൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ് സി എങ്ങനെയാണ് ഇനിയും വരാൻ പോകുന്ന 4 മാസങ്ങൾ 2024. ഓക്കെ, 10 of Cups ആസ് വെൽ. എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ, എവിടെ ഞാൻ ഡെയിലി മെസ്സേജസ് ഇടാറുണ്ട്. യെസ്, 2-3 ഡേയ്സ് എനിക്ക് ചിലപ്പോൾ ഇടാൻ പറ്റാറില്ല. ഓക്കെ, എന്നാലും ഞാൻ കഴിവതും ശ്രമിക്കാറുണ്ട് ഡെയിലി മെസ്സേജസ് കൊണ്ടുവരാൻ. സോ ഡെയിലി മെസ്സേജസ് ഇഷ്ടമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ആ ഒരു ചാനൽ കണ്ടു നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID ആൻഡ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, മെസ്സേജ് ചെയ്യാം. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് വേണ്ട പ്രേക്ഷകർക്ക് സെയിൽസ് ടീമിൻ്റെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ വായിച്ചു നോക്കുക. ലെറ്റ്സ് സീ. Five of Pentacles. ഈവൻ ഗ്രൂപ്പ് 1-ലും വന്നിരുന്നു 5 of Pentacles. സോ ഗ്രൂപ്പ് 2, ഈ വരുന്ന 4 മാസം നിങ്ങളുടെ ഫോക്കസ് ഫാമിലിയിലാണ്. ഓക്കെ, നിങ്ങളുടെ കുടുംബം, ഓക്കെ, നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അമ്മ അച്ഛന്, ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ. നിങ്ങളുടെ കൂടുതൽ എഫേർട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഏറെ ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ് കൂട്ടുക എന്നതാണ്. ചില പ്രേക്ഷകർ അവരുടെ ഫാമിലിയെ ഫോർ ഗ്രാൻറ്റഡ് എടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് സപ്പോസ് നിങ്ങൾ മെയിലാണെങ്കിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുണ്ട്, ഓക്കെ, അവരുടെ കാര്യം ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കാര്യം. ഓക്കെ, ഇഫ് ഫീമെയിൽസ് ആണെങ്കിൽ എനിക്ക് ഭർത്താവും കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യം ചെയ്തോട്ടെ, ഞാൻ എൻ്റെ കാര്യം. സോ അങ്ങനെ ഉള്ള പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾക്കല്ല പ്രയോറിറ്റി, നിങ്ങളുടെ ഫാമിലിക്കാണ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഏറെ പ്രേക്ഷകർ അവരവർക്ക് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ബട്ട് ഫാമിലിയെ നിങ്ങൾ ബാക്ക് ബേർണറിൽ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ അധികം ശ്രദ്ധ നിങ്ങളുടെ ഫാമിലിയിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഫാമിലിക്ക് വേണ്ടി എന്നതല്ല ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാം കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം, സാമ്പത്തികമായിട്ട് ചെയ്യുന്നുണ്ടാകാം, ഫിസിക്കലി നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷെ ആ ഫാമിലി ബോണ്ടിങ് നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ല. ഓക്കെ, സോ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ഫാമിലി ക്രിയേറ്റ് ചെയ്യൂ. ബിക്കോസ് ജോബ് അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ ബിസിനസ് ഒരു നിമിഷം കൊണ്ട് പോകാം. ബട്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളുടെ ഫാമിലിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫാമിലിയിൽ ശ്രദ്ധ കൊടുക്കൂ എന്നതാണ് പറയുന്നത്. ഇഫ് നിങ്ങളുടെ ഫാമിലി നല്ല ബോണ്ടിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യൂ. നിങ്ങളുടെ തെറ്റുകൾ എവിടെയാണ് അത് അംഗീകരിക്കൂ ആൻഡ് ആ തെറ്റുകളെ തിരുത്തൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എഫേർട്ട് ഇവിടെ ഫാമിലി വരുമ്പോൾ രണ്ടിടത്തുനിന്നും നല്ല എഫേർട്ട് ഉണ്ടാകണം. കാണുന്ന പ്രേക്ഷകരും ആൻഡ് നിങ്ങളുടെ സ്പൗസ് രണ്ടുപേരും എഫേർട്ട് എടുത്താൽ മാത്രമേ നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിനൊപ്പം തന്നെ പ്രേക്ഷകർക്ക് വോൺസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പേജ് ഓഫ് വോൺസ്, 9 of Wands, 3 of Wands. ഏറെ എനർജറ്റിക് ആണ് നിങ്ങൾ. ഈ ഒരു 4 മാസം വളരെയധികം എനർജറ്റിക് ആണ്. പല കാര്യങ്ങളിൽ തുടക്കങ്ങൾ നിങ്ങൾ കുറിക്കുന്നതാണ്. ലൈക്ക് പുതിയ ബിസിനസ് ആകാം, അല്ലെങ്കിൽ പുതിയ കരിയർ ആകാം, പുതിയ സ്ഥലത്തേക്കും പോകുന്നതാകാം. ഓക്കെ, ഇവിടെ കോൺഫിഡൻസ് ആണ് എനിക്ക് കാണുന്നത്. സോ കാണുന്ന പ്രേക്ഷകർക്ക് ഏറെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ട് ഈ വരുന്ന 4 മാസം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്. ബേബി സ്റ്റെപ്സ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇഫ് നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സോ നിങ്ങൾ ആ ബിസിനസ്സിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ പതുക്കെ നിങ്ങൾ ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. സോ അവിടെ ബേബി സ്റ്റെപ്സ് നിങ്ങൾ ഉടനെ തന്നെ എടുക്കുന്നുണ്ട്.
ഐ തിങ്ക് ഈ വരുന്ന 4 മാസം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ആൻഡ് ഇൻഫോർമേഷൻസ് ഏറെ ഗ്യാദർ ചെയ്യുന്ന സമയമാണ്. മിക്കവാറും 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കുള്ള സ്റ്റെപ്സ് നിങ്ങൾ എടുക്കാൻ തുടങ്ങുന്നത്. 9 ഓഫ് വോൺസ് ആണ്. യെസ്, ഏറെ ബുദ്ധിമുട്ടുകൾ, ഏറെ ബ്ലോക്കേജസ് വരുന്നതാണ്. ഓക്കെ, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ വരും. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്ത് അറിവുണ്ടോ, നിങ്ങളുടെ കയ്യിൽ എത്ര സാമ്പത്തികമുണ്ടോ, നിങ്ങൾക്ക് ആരൊക്കെ ഒപ്പം നിൽക്കുന്നോ അവർക്കൊപ്പം നിന്ന് ആക്ഷൻ എടുക്കൂ. ഓക്കെ, ചില പ്രേക്ഷകർ ലിറ്ററലി അവരുടെ ആ കൺട്രി വിട്ട് മറ്റൊരു കൺട്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർ അവരുടെ ആ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യൂ, നോക്കാൻ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങൾ എവിടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതിനുള്ള തുടക്കം ഇടൂ എന്നതാണ് ഇവിടെ പറയുന്നത്. 4 ഓഫ് കപ്സ് എനർജി ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. പ്രേക്ഷകരുടെ ഉള്ളിലേറെ വിഷമങ്ങൾ നിറഞ്ഞിരിക്കുന്നതാണ്. ആൻഡ് നിങ്ങൾ ചൂസ് ചെയ്തത് ഏഞ്ചലായിട്ടാണ്. സോ ഡെഫിനറ്റ്ലി ഹീലിംഗ് ആവശ്യമാണ് പ്രേക്ഷകർക്ക്. ഓക്കെ, നിങ്ങൾക്കേറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമങ്ങൾ തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് പുറകിലോട്ട് വലിക്കുന്നത്. സോ ഇവിടെ പറയുന്നത് ആ വിഷമങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ആൻഡ് ദെൻ ലെറ്റ് ഗോ ചെയ്യുക. ഏഞ്ചൽസിനെ വിളിക്കൂ. ബിക്കോസ് നിങ്ങൾ ഏഞ്ചലൈറ്റ് ക്രിസ്റ്റൽ ആണ് ഓപ്റ്റ് ചെയ്തത്. ഓക്കെ, സോ ഏഞ്ചൽസിനെ വിളിക്കൂ. ഏഞ്ചൽസിനോട് പറയൂ എന്നെ ഹീൽ ചെയ്യൂ. ആൻഡ് ലെറ്റ് ഗോ ചെയ്യൂ. ഓക്കെ, സോ ഏറെ പ്രേക്ഷകർക്ക് 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനുണ്ട്. ലെറ്റ് സീ വാട്ട് ഇറ്റ് സീസ്. 5 ഓഫ് പെൻറ്റക്കിൾസ്, പ്ലീസ് ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. Ten of Swords. സോ ക്ലിയർലി നിങ്ങളുടെ വിഷമങ്ങൾ, ദാറ്റ് ഈസ് ചില പ്രേക്ഷകർക്ക് റിഗ്രറ്റ് ഏറെയാണ്. ആൻഡ് നിങ്ങളുടെ ലൈഫിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, ചതി, വഞ്ചന, ഇതിൽ നിന്ന് വെളിയിലിറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. സോ ക്ലിയർലി നിങ്ങൾക്ക് ഹീലിംഗ് വേണ്ടതാണ്. ഓക്കെ, സോ ആയതോ നിങ്ങളൊരു ഹീലറിനെ കോൺടാക്ട് ചെയ്ത് ഹീലിംഗ് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നല്ലൊരു എനർജി, ഈ എനർജിയെ നല്ലൊരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകണം. ഈ വിഷമങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഗുണം ചെയ്യില്ല. ഓക്കെ, പ്രേക്ഷകർക്ക് അത് ഗുണം ചെയ്യില്ല. സോ അതുകൊണ്ട് ആയത് നിങ്ങൾ ഹീലറിനെ കോൺടാക്ട് ചെയ്യൂ. ഹീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഹീലിംഗ് എടുക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ, നിങ്ങളെ ഹീൽ ചെയ്യാൻ. അതായത് മെഡിറ്റേഷനിലിരിക്കുമ്പോൾ എവിടെയാണോ എനിക്ക് ഹീലിംഗ് വേണ്ടത് അവിടെ ഹീലിംഗ് തരൂ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് മെഡിറ്റേഷനിലിരിക്കൂ. സോ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. ഓൾ റൈറ്റ്. Okay, so what else is coming for the next 4 months? ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, എഗെയിൻ ഫാമിലിയാണ്. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കൂ. ചില പ്രേക്ഷകർക്ക് അവരുടെ ഫാമിലി ഫൗണ്ടേഷൻ നന്നായി സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഏറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവിടെ റിഗ്രറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റ് ചെയ്തു, പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മറ്റാൾക്കാരുടെ സന്തോഷങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ റിഗ്രറ്റ്സ് ആകാം ഇവിടെ. ഓക്കെ, ഇറ്റ് ക്യാൻ ഗോ ബോത്ത് വേയ്സ്. ഓക്കെ, സോ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കൂ. ആൻഡ് കരിയർ, ബിസിനസ്സിലുള്ളവരും അവരവരുടെ ഫൗണ്ടേഷൻ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫൗണ്ടേഷൻ എന്താണ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, അത് ശ്രദ്ധിക്കൂ. What else? Rest of 2024 for group 2. Show the world the real you. So ഇവിടെ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ പറയാനുണ്ട്, ഓർ പല ആൾക്കാർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തെളിയിക്കൂ. ഓക്കെ, കാണിച്ചു കൊടുക്കും നിങ്ങൾ ആക്ച്വലി എന്താണ് ആസ് എ പേഴ്സൺ എന്നത് കാണിച്ചു കൊടുക്കാൻ ആണ് പറയുന്നത്. ഓക്കെ,
ചില പ്രേക്ഷകർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് നോക്കുക. Mintakan, longing for home, belonging, original light workers. Okay. So, ഏറെ പ്രേക്ഷകർ ഏറെ ലോൺലി ആണ്. നിങ്ങൾ ഏറെ ലോൺലി ആണ്, ബട്ട് ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പമുണ്ട്. ഇഫ് നിങ്ങൾ ഏഞ്ചൽസിനെ യുനോ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏഞ്ചൽസ് നിങ്ങൾക്കൊപ്പമുണ്ട്. ചില പ്രേക്ഷകരുടെ സ്പിരിറ്റ് ആനിമൽ ഇപ്പോഴത്തെ മെർമെയ്ഡ്സ് ആണ്. ഓക്കെ, സോ വെള്ളം ധാരാളം കുടിക്കുക ആൻഡ് ട്രൈ ടു ബി കംഫർട്ടബിൾ. നിങ്ങൾ എവിടെയാണോ, ഈവൻ തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലത്താണ് ആൻഡ് നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, ബട്ട് യുനോ ഏഞ്ചൽസ് ആ ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരുന്ന അത്രയും സമയം നിങ്ങൾ എവിടെയാണോ അവിടെ കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കൂ എന്നതാണ് വരുന്നത്. ഓക്കെ, ഏഞ്ചൽസിനോട് പറയൂ ദാറ്റ് നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരെ കൊണ്ടുതരാൻ. ഓക്കെ, കൂട്ടുകാരെ കൊണ്ടുതരാൻ. ഓക്കെ, യു ജസ്റ്റ് ടോക്ക് ടു ഏഞ്ചൽസ്. ഏഞ്ചൽസിനോട് സംസാരിക്കും. The sixth house, the work, health and duty area of your life. So ഏറെ പ്രേക്ഷകർക്ക് അവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ബിക്കോസ് ഐ ഫീൽ ഏറെ അച്ചീവ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇഫ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എടുക്കാൻ പറ്റുന്നത്. Now let's see angelic advice for you. ഇറ്റ്സ് അപ്പ് ടു യു. സോ എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? ഓക്കെ, എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, വാട്ട് എവർ ഇറ്റ് മേ ബി, വെദർ ഇഫ് ഫാമിലി റിലേറ്റഡ് ആണ്, റിലേഷൻഷിപ്പ് നന്നാകുമോ എന്നതാണോ, കരിയറിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും എന്നതാണോ, സാമ്പത്തികമായിട്ട് നിങ്ങൾ സ്റ്റേബിൾ ആവും അതാണോ, വാട്ട് എവർ ഇറ്റ് മേ ബി ഇവിടെ പറയുന്നത് ഇറ്റ്സ് അപ്പ് ടു യു. ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് പറയുന്നു അത് ഏഞ്ചൽസ് ചെയ്തു തരുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾ ഉറപ്പിക്കണം, യെസ് എനിക്ക് ഈ ഫാമിലിയാണ് വേണ്ടത് ആൻഡ് വർക്ക് ഓൺ ഇറ്റ്. യെസ് എനിക്ക് എൻ്റെ ഈ കരിയറാണ് ഇഷ്ടം, എനിക്ക് ഈ കരിയറിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ ദൃഢത വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ലഭിച്ച് തുടങ്ങുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് തീരുമാനിക്കും. ഓക്കെ, ഗ്രൂപ്പ് 2. സോ ഇതാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2ൻ്റെ വരാൻ പോകുന്ന അടുത്ത 4 മാസം ആൻഡ് 2 ആഴ്ച. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് പൈറൈറ്റ് ക്രിസ്റ്റലാണ്. പൈറൈറ്റ് ക്രിസ്റ്റൽ ഇതിനെ നമ്മൾ ഫേക്ക് ഗോൾഡ് എന്നും പറയും. ഓക്കെ, സോ ഫേക്ക് ഗോൾഡ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി. ഓക്കെ, പണം സമ്പാദിക്കാൻ, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂട്ടാൻ, ഡെയിലി ക്ലയൻസ് വർദ്ധിക്കാൻ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ വിൽ പവർ കൂട്ടാൻ പൈറൈറ്റ് ക്രിസ്റ്റൽ വളരെ നല്ലതാണ്. ഓക്കെ, സോ സെയിൽസ് ടീമിൻ്റെ കയ്യിൽ ഇത് അവൈലബിൾ ആണ്, വേണ്ട പ്രേക്ഷകർക്ക് വാങ്ങിക്കാം. സോ ലെറ്റ് സി റെസ്റ്റ് ഓഫ് 2024 എങ്ങനെയാണ് പ്രേക്ഷകർക്ക്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ അവിടെ ഡെയിലി മെസ്സേജസ് ഞാൻ ഇടാറുണ്ട്. യെസ്, 2-3 ഓർ ഇടയ്ക്കിടയ്ക്ക് ബിസി സ്കെഡ്യൂൾ ഉള്ളപ്പോൾ എനിക്ക് മെസ്സേജസ് ഇടാൻ പറ്റാറില്ല.
ബട്ട് ഓൾമോസ്റ്റ് ഡെയിലി മെസ്സേജസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഡെയിലി മെസ്സേജ് കാണാൻ ആഗ്രഹമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ആ ചാനൽ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID ആൻഡ് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. സെയിൽസ് ടീം വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ് വേണ്ട പ്രേക്ഷകർക്ക് മെസ്സേജ് ചെയ്യാം. സ്വിച്ച് വേർഡ് പ്ലേലിസ്റ്റ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, റെസ്റ്റ് ഓഫ് 2024. Alright. വളരെ തിടുക്കം തോന്നുന്നു എനിക്കൊന്ന് ഈ ഒരു ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര തിടുക്കമാണ്. സോ ഗ്രൂപ്പ് 3 ഈ വരുന്ന 4 മാസം വളരെയധികം ചേഞ്ചസ് പ്രേക്ഷകരുടെ ലൈഫിൽ വരുന്നുണ്ട്. ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്സിലാണ് വരുന്നത്. റിലേഷൻഷിപ്പ് ഇൻ ദ സെൻസ് പാർട്ട്ണർഷിപ്പ്. എവിടെയൊക്കെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം, ലവ് റിലേഷൻഷിപ്പ്, മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഓർ ബിസിനസ് പാർട്ട്നേഴ്സ്, കൊലീഗ്സ്, ഓക്കെ, എവിടെയും ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഈ ചേഞ്ചസ് പോസിറ്റീവാണ്. ഓക്കെ, ചേഞ്ചസ് പോസിറ്റീവാണ്. യെസ്, ആദ്യം ഒരു ചേഞ്ച് വരുമ്പോൾ ചിലപ്പോൾ ചില പ്രേക്ഷകർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ബിക്കോസ് സംഹാവ് ഞാൻ 2 ഓഫ് കപ്സിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കൊലീഗ്സ് ആൻഡ് ബിസിനസ് പാർട്ട്നേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നതാണ്. ഓക്കെ, ചില പ്രേക്ഷകർക്ക്. സോ ആ ചേഞ്ചസ് ഇത്തിരി അൺകംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ആ ഒരാളുടെ പകരമായിട്ട് വരുന്ന ആൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, വളരെ നല്ലൊരു പാർട്ട്ണർ ആയിരിക്കും. ഓക്കെ, സോ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഈ വരുന്ന 4 മാസം ഉണ്ടാകുന്നത്. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് റിവേഴ്സ് ആണ്. സോ ക്വീൻ ഓഫ് കപ്സ് ആക്ച്വലി വളരെ ഇമോഷണൽ, വളരെ ഇൻറ്റ്യൂട്ടീവ് ആണ്. ബട്ട് ഈ ഒരു 4 മാസത്തിൽ പ്രേക്ഷകർ ഇമോഷണൽ ആയിരിക്കും, പക്ഷേ അസേർട്ടീവ് ആയിരിക്കും. അസേർട്ടീവ് ഇൻ ദ സെൻസ് നിങ്ങൾ ഇമോഷണൽ ആണ്, എന്നാലും വ്യക്തതയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നീക്കുന്നത്. ഇമോഷണലി അല്ല നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗോൾ നിങ്ങൾക്കറിയാം, എങ്ങനെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നതും അറിയാം. പക്ഷെ ഓവർലി ഇമോഷണൽ നിങ്ങൾ അല്ലായിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ നല്ലതാണ്. ബട്ട് ചില പ്രേക്ഷകർ ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കില്ല. സോ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്ക് പാഷൻ ഏരിയയാണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എടുത്തുചാട്ടം ഉണ്ടാകാം. ദാറ്റ് ഈസ് ഒരു പുതിയ പ്രൊപ്പോസൽ വന്നു, ഒരു പുതിയ പ്രോജക്റ്റ്, സപ്പോസ് നിങ്ങൾ ബിസിനസ്സിലാണ് അല്ലെങ്കിൽ കരിയറിലാണ്, ഒരു പുതിയ ബിസിനസ് പ്രൊപ്പോസൽ വന്നു അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റ് വന്നു. ഓക്കെ, ഈവൻ തോ നിങ്ങളുടെ മൈൻഡ് പറയുകയാണ് ഇത് റിസ്കിയാണ്, ബട്ട് നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ്. യെസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ നല്ലതാണ്, ചെയ്തു നോക്കാം. ചിലപ്പോൾ നിങ്ങളത് എടുക്കും വിത്തൗട്ട് ലിസണിങ് ടു യുവർ ഇൻറ്റ്യൂഷൻസ്. അത് ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നൊരു കാര്യം, വാട്ട് ഐ ക്യാൻ സീ ഈസ് വളരെ പോസിറ്റീവാണ് 4 മാസം. ഓക്കെ, എന്നാലും ട്രൂത്ത്ഫുൾ അല്ലെങ്കിൽ പ്യൂരിറ്റി ശ്രദ്ധിക്കും. ബിക്കോസ് ഇഫ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്, ഇവിടെ വൈറ്റ്. എത്ര പ്യൂരിറ്റിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര പ്യൂരിറ്റി മീൻസ് ശുദ്ധ മനസ്സിൽ. ഓക്കെ, ശുദ്ധ മനസ്സോടെ, ചതി വഞ്ചനയില്ല, പ്രോഫിറ്റ് ഏറെ വേണം എന്നതില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറെ വേണം എന്നതില്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾ വളരെ ടീം വർക്കിൽ ജോലി ചെയ്യണം. ഇഫ് നിങ്ങളൊരു ടീമാണ്, സോ എല്ലാവർക്കും ഗുണം ആകുന്ന ഒരു രീതിയിൽ ജോലി ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വളരെ ശുദ്ധത, ദാറ്റ് ഈസ് അവിടെ ഒരു കപടത ഉണ്ടാവരുത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ചീറ്റിംഗ് ചെയ്യരുത് എന്നതാണ്. വളരെ വ്യക്തതയിൽ നിങ്ങളുടെ ജോലികൾ വളരെ ട്രൂത്ത്ഫുള്ളി ചെയ്യുക എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 4 മാസത്തിൽ പ്രേക്ഷകരുടെ മാനിഫെസ്റ്റേഷൻ പവേഴ്സ് വളരെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആണ്. സോ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പ്രേക്ഷകർ അത് അംഗീകരിക്കണം എന്നില്ല. ഹാഫ് ആണ് കാണിക്കുന്നത്. ചില പ്രേക്ഷകർ പറയും യെസ് എനിക്ക് നല്ല മാനിഫെസ്റ്റേഷൻ എബിലിറ്റിയാണ്.
ചില പ്രേക്ഷകർ പറയും ഞാൻ ഇത്രയും നാളും കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം എനിക്കിതുവരെ ലഭിച്ചിട്ടില്ല. ബട്ട് ആക്ച്വൽ തിങ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ ഹൈ ആണ്. നിങ്ങളുടെ ചുറ്റിനും ഏറെ ഏഞ്ചൽസ് ഉണ്ട്. പെർട്ടിക്കുലർലി ആർക്കേഞ്ചൽ മൈക്കിൾ പ്രസൻസ് ആണ് എനിക്കിവിടെ തോന്നുന്നത്, ആൻഡ് ആർക്കേഞ്ചൽ ആര്യൽ. ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്ഷൻ്റെ ആർക്കേഞ്ചലാണ്. ആർക്കേഞ്ചൽ ആര്യൽ പണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ആൻഡ് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കാൻ അതിൻ്റെ സക്സസിൻ്റെ ആർക്കേഞ്ചലാണ്. ഓക്കെ, സോ നിങ്ങളുടെ ചുറ്റിനുള്ള ആർക്കേഞ്ചൽസിൻ്റെ ഹെൽപ്പ് എടുത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടൂ എന്നതാണ് വരുന്നത്. സിൽവർ കളർ ബാൻഡ്, ഓക്കെ, അത് ബാൻഡ് ആകാം, സിൽവർ കളർ, മോസ്റ്റ് പ്രോബബ്ലി ഇഫ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് 2 എന്ന നമ്പർ ആണെങ്കിൽ 2 വരാം, 11 വരാം, അങ്ങനെ കണക്ക് കൂട്ടി പോകൂ. ഓക്കെ, സോ 2 അൾട്ടിമേറ്റ്. സോ 11 ആണെങ്കിൽ 1 + 1 2. സോ ബർത്ത് ഡേറ്റ് അക്കം മാത്രം, ഒരു മാസത്തിൽ വരുന്ന ആ അക്കം മാത്രം നോക്കുക, അതിനെ ആഡ് ചെയ്യുക. ആൻസർ 2 ആണെങ്കിൽ സിൽവർ കളർ ഐദർ ഫോയിൽ, അല്ലെങ്കിൽ ഫോയിൽ ഇൻ ദ സെൻസ് അലുമിനിയം ഫോയിൽ അല്ല ഞാൻ പറയുന്നത്, സിൽവറിൻ്റെ ഒരു ചെറിയ പ്ലേറ്റ് പോലത്തെ ഒരു ചെറിയ കഷ്ണം, ദാറ്റ് ഈസ് ഒരു കഷ്ണം, അത് അല്ലെങ്കിൽ സിൽവറിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഓക്കെ, ഒരു കോയിൻ ആകാം, ഓർ സിൽവർ ബോബി പിൻസ് കിട്ടും, ഓക്കെ, അല്ലെങ്കിൽ ഉണ്ടാക്കാം അത്. ഓക്കെ, ഇത് നിങ്ങളുടെ അടുത്തുണ്ടാവണം ഇഫ് നിങ്ങളുടെ നമ്പർ 2 ആണെങ്കിൽ. ബിക്കോസ് ഐ ഫീൽ എവിടെയോ മൂൺ എനർജി ട്രബിൾ ചെയ്യുന്നുണ്ട്. ആ ട്രബിൾ അല്ല, അത് 3 സ്ട്രെങ്തൻ പവറിലേക്ക് വരണം. ഓക്കെ, സോ സ്ട്രെങ്തൻ ആക്കി തരും. ഓക്കെ, സോ ആ സിൽവർ ബാൻഡ്, അല്ലെങ്കിൽ ഇഫ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ആൻഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടിന്യൂ ടു യൂസ്. ഓക്കെ, അത് കണ്ടിന്യൂ യൂസ് ചെയ്യാൻ എന്നതാണ് ഇവിടെ പറയുന്നത്. സോ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൂടും. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വരുന്നത്. സോ ഇവിടെ പറയുന്നത് ദാറ്റ് ഈസ് ഇനിയും നിങ്ങൾക്ക് ഏറെ പഠിക്കാനുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഗ്രോ ചെയ്യാനുണ്ട്. സോ ഇഫ് ഈ ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകർ പെർട്ടിക്കുലർലി ഒരു റിലേഷൻഷിപ്പിനെ മാത്രമാണ് നോക്കുന്നത്, പെർട്ടിക്കുലർലി ഒരു ഫ്രണ്ട്ഷിപ്പിനെ മാത്രം നോക്കിയാണ് ഇരിക്കുന്നത്, പെർട്ടിക്കുലർലി ദർ ഇസ് എ ഫ്രണ്ട് ഇവിടെയുണ്ട് അതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോവില്ല, ഓക്കെ, അല്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ്, എൻ്റെ വൈഫ് ഇവിടെയാണ്, പക്ഷെ അതുകൊണ്ട് ഞാൻ ആ പ്രൊമോഷൻ എടുക്കുന്നില്ല. ഇവിടെ പറയുന്നത് ഫിനാൻഷ്യലി ഗ്രോ ആകൂ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകൂ. നിങ്ങൾ പോകണം എന്ന് പറയുന്നില്ല, ബട്ട് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ തന്നെ കണ്ടുപിടിക്കൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ അവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, വാട്ട് എൽസ്? I'll take this. Oh God, partnerships and alliances. I told you, isn't it? Partnerships and alliances. So നിങ്ങളുടെ പാർട്ട്നേഴ്സ് ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ പുതിയ പാർട്ട്നേഴ്സ് വരുമ്പോഴും നിങ്ങളുമായിട്ട് എത്ര യോജിപ്പുണ്ട് എന്നത് ശ്രദ്ധിച്ച് ആ പാർട്ട്ണർഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ്, മണി ഇൻവെസ്റ്റ്മെൻറ്റ്, ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ അത് ശ്രദ്ധിക്കുക. Partnerships, that is friendship, relationship, career, that is teamwork or business ആണെങ്കിൽ ത്രോട്ട് ചക്ര ആൻഡ് ക്രൗൺ ചക്ര, ഈ 2 ചക്രയിൽ വർക്ക് ചെയ്യൂ. ഓക്കെ, ഇഫ് നിങ്ങൾ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂവിൽ നിന്ന് പോകുകയാണ് അല്ലെങ്കിൽ പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ആൻഡ് ക്രൗൺ ചക്ര ബാലൻസിൽ വരേണ്ടതുണ്ട്. വാട്ട് എൽസ്? പ്രോസ്പെരിറ്റി ലൈസ് അഹെഡ്. സോ നല്ലൊരു സമയം തന്നെയാണ്, നിങ്ങൾക്ക് ഏറെ പ്രോസ്പെരിറ്റി ഉണ്ടാകും. പ്രോസ്പെരിറ്റി ബ്രേസ്ലെറ്റ് വാങ്ങിച്ച പ്രേക്ഷകർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ഈ ഒരു മാസം നിങ്ങൾക്ക് ഏറെ വർധനവ് നിങ്ങളുടെ സാമ്പത്തികത്തിൽ, നിങ്ങളുടെ ലക്ഷറി ആസ് വെൽ ആസ് നിങ്ങളുടെ സ്റ്റേറ്റസ്, സോഷ്യൽ സ്റ്റേറ്റസിൽ നിങ്ങൾക്ക് ഏറെ വർധനവ് കാണുന്നതാണ്. ന്യൂ മൂൺ റിച്വൽ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ന്യൂ മൂൺ റിച്വൽ ചെയ്യുക പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്. Wow, Lemuria again. Creating heaven on earth, it's happening. So നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷസ്,
അടുത്തെത്തിക്കഴിഞ്ഞു ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം ചില പ്രേക്ഷകർക്ക് കണ്ടിന്യൂസ്ലി വിഷസ് നടക്കുന്നതാണ്. ദാറ്റ് ഈസ് ഒരു വിഷ് നടന്നു, 2 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു വിഷ് നടന്നു, 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തൊരു വിഷ് നടന്നു, അങ്ങനെ നടക്കും. ചില പ്രേക്ഷകർക്ക് ഓരോ മാസത്തിനുള്ളിൽ നടക്കുന്നതാണ്. ഓക്കെ, ലോട്ടസ് ഫ്ലവർ ഒരുമായിട്ട് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് ലോട്ടസ് വെക്കുക. ഓർ നിങ്ങൾ ശ്രീ മഹാലക്ഷ്മിയുടെ ഭക്തരാണെങ്കിൽ, ഓക്കെ, ഗോഡസ് ശ്രീ മഹാലക്ഷ്മിയുടെ ഭക്തരാണെങ്കിൽ അമ്മയ്ക്ക് നിങ്ങൾ ലോട്ടസ് സമർപ്പിക്കാറുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യൂ. ഓർ എൽസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ് വരുന്നത്. ദ ഫസ്റ്റ് ഹൗസ് വളരെ ബ്ലെസ്ഡ് ആണ് ഈ ഗ്രൂപ്പ്. ഓക്കെ, അതായത് നിങ്ങൾ ഏറെ പ്രേയേഴ്സ് ചെയ്യുന്നതാണ്. ഓർ ഏറെ ഹീലേഴ്സ് ആൻഡ് ടാരോ കാർഡ് റീഡേഴ്സ് ഈ ഗ്രൂപ്പ് കാണുന്നുണ്ട്. വാട്ട് പീപ്പിൾ സീ ആൻഡ് ദ ഇംപ്രഷൻ യു ഗിവ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കൂ, ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ് അവരുടെ മനസ്സിൽ. നിങ്ങളെ കാണുമ്പോൾ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുന്നത്, അവിടെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് അത് നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്നതാണ്. Now let's see the angelic advice. Divine angels, what is the advice for group 3? നോ നീഡ് ടു വറി. ഓ മൈ ഗുഡ്നെസ്. സോ ചില പ്രേക്ഷകർ 5 റിച്വൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഹവൻ നടത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒരു റിച്വൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, ഒരു വീട്ടിൽ ക്യാൻഡിൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംതിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫയർ റിച്വൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു റിച്വൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ മൈറ്റ് ബി പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹീലറിങ് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകാം. ഡെഫിനറ്റ്ലി അതിൻ്റെ റിവാർഡ്സ്, അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നോ നീഡ് ടു വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് കാര്യങ്ങൾ ഏഞ്ചൽസ് ഡിവൈൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. ഞാൻ ടോൾഡ് യു, നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ്. ഓസം. സി, വെൻ നിങ്ങളൊരു ഹീലറുടെ അടുത്ത് പോയി ഒരു കാര്യം ചെയ്യുന്നു, ദാറ്റ് മീൻസ് നിങ്ങൾ ഓൾറെഡി ഗൈഡഡ് ആണ്. ഓർ എഫ് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു അഡ്വൈസ് കിട്ടുന്നു, ഈ കാര്യം ചെയ്യുവാൻ നിങ്ങളത് ചെയ്യുന്നു, അതും വളരെ ബ്ലെസ്ഡ് ആണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, അതിൻ്റെ സൂചകമാണ് ദാറ്റ് നിങ്ങൾക്കൊരു അഡ്വൈസസ് ലഭിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗ്രൂപ്പ് 3. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.